1 ദിനവൃത്താന്തം 27 അധ്യായം. ദാവീദിൻ്റെ ഇസ്രായേൽ പുത്രന്മാർ ആളെണ്ണപ്രകാരം പൃഥുഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോവുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ 24,000 പേർ. 1 മാസത്തേക്കുള്ള 1 കൂറിന് മേൽവിചാരകൻ സബ്ദിയേലിൻ്റെ മകൻ യശോവയ. അവൻ്റെ കൂറിൽ 24,000 പേർ. അവൻ പേരസിൻ്റെ പുത്രന്മാരിലുള്ളവനും 1 മാസത്തെ സകല സേനാധിപതികൾക്കും തലവനുമായിരുന്നു. 2 മാസത്തേക്കുള്ള കൂറിന് അഹോഹ്യനായ ദോദായി മേൽവിചാരകനും അവൻ്റെ കൂറിൽ മിഗ്ലോത്ത് പ്രമാണിയുമായിരുന്നു. അവൻ്റെ കൂറിലും 24,000 പേർ. 3 മാസത്തേക്കുള്ള 3-ാമത്തെ സേനാപതി മഹാപുരോഹിതനായ യഹോയാദയുടെ മകൻ ബെനയാവ്. അവൻ്റെ കൂറിലും 24,000 പേർ. 30 പേരിൽ വീരനും 30 പേർക്ക് തലവനുമായ ബെനയാവ് ഇവൻ തന്നെ. അവൻ്റെ കൂറിന് അവൻ്റെ മകനായ അമ്മിസബാദ് പ്രമാണിയായിരുന്നു. 4 മാസത്തേക്കുള്ള 4-ാമത്തവൻ യോബാബിൻ്റെ സഹോദരനായ അസാഹേലും അവൻ്റെ ശേഷം അവൻ്റെ മകനായ സെബദ്യാവുമായിരുന്നു. അവൻ്റെ കൂറിലും 24,000 പേർ. 5 മാസത്തേക്കുള്ള 5-ാമത്തവൻ ഇസ്രാഹ്യനായ ഷംഹൂത്ത്. അവൻ്റെ കൂറിലും 24,000 പേർ. 6 മാസത്തേക്കുള്ള 6-ാമത്തവൻ തെക്കോവിനായ ഇക്കേഷിൻ്റെ മകൻ ഈര. അവൻ്റെ കൂറിലും 24,000 പേർ. 7 മാസത്തേക്കുള്ള 7-ാമത്തവൻ എഫ്രൈമിരിൽ പെലോന്യനായ ഹേലസ്. അവൻ്റെ കൂറിലും 24,000 പേർ. 8 മാസത്തേക്കുള്ള 8-ാമത്തവൻ സർഹ്യരിൽ ഹൂഷാത്യനായ സിബെഗായി. അവൻ്റെ കൂറിലും 24,000 പേർ. 9 മാസത്തേക്കുള്ള 9-ാമത്തവൻ ബെന്യാമീനരിൽ അനാദോദ്യനായ അബിയേസർ. അവൻ്റെ കൂറിലും 24,000 പേർ. 10 മാസത്തേക്കുള്ള 10-ാമത്തവൻ സർഹ്യരിൽ നെതോഫാത്യനായ മഹരായി. അവൻ്റെ കൂറിലും 24,000 പേർ. 11 മാസത്തേക്കുള്ള 11-ാമത്തവൻ എഫ്രൈമിൻ്റെ പുത്രന്മാരിൽ പിരാതോദ്യനായ ബെനയാവ്. അവൻ്റെ കൂറിലും 24,000 പേർ. 12 മാസത്തേക്കുള്ള 12-ാമത്തവൻ ഒത്നിയേലിൽ നിന്നുത്ഭവിച്ച നെതോഫാത്യനായ ഹെൽദായി. അവൻ്റെ കൂറിലും 24,000 പേർ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ: രൂബേന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലിയേസർ. ഷിമയോന്യർക്ക് മയകയുടെ മകൻ ശെഫത്യാവ്. ലേവ്യർക്ക് കെമുവേലിൻ്റെ മകൻ ഹശപ്യാവ്. അഹരോന്യർക്ക് സാദോക്ക്. യഹൂദയ്ക്ക് ദാവീദിൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഏലീഹു. ഇസ്സാഖാരിന് മീഖായേലിൻ്റെ മകൻ ഉമ്രി. സെബൂലൂന് ഒബദ്യാവിൻ്റെ മകൻ ഇഷ്മയാവ്. നഫ്താലിക്ക് അസ്രിയേലിൻ്റെ മകൻ യെരിമോത്ത്. എഫ്രൈമ്യർക്ക് അസസ്യാവിൻ്റെ മകൻ ഹോഷയ. മനുഷ്യയുടെ പാതിഗോത്രത്തിന് പെദയാവിൻ്റെ മകൻ യോവേൽ. ഗിലെയാദിലെ മനുഷ്യയുടെ പാതിഗോത്രത്തിന് സെക്കരിയാവിൻ്റെ മകൻ ഇദ്ദോ. ബെന്യാമീന് അബ്നേരിൻ്റെ മകൻ യാസിയേൽ. ദാന് യെരോഹാമിൻ്റെ മകൻ അസരയേൽ. ഇവർ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാരായിരുന്നു. എന്നാൽ യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല. സെരൂയയുടെ മകനായ യോബാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല. അത് നിമിത്തം ഇസ്രായേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവീദ് രാജാവിൻ്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല. രാജാവിൻ്റെ ഭണ്ഡാരത്തിന് അദിയേലിൻ്റെ മകനായ അസ്മാവത്ത് മേൽവിചാരകൻ. നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാണ്ഡിശാലകൾക്ക് ഉസ്സിയാവിൻ്റെ മകൻ യഹോനാഥാൻ മേൽവിചാരകൻ. വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് കെലൂബിൻ്റെ മകൻ എസ്രി മേൽവിചാരകൻ. മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാദ്യനായ ഷിമെയിയും മുന്തിരിത്തോട്ടങ്ങളെ അനുഭവമായ വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ഷിഫ്യമ്യനായ സബ്ദിയും മേൽവിചാരകർ. ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേര്യനായ ബാൽഹനാനും എണ്ണ സൂക്ഷിച്ചുവയ്ക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ. ഷാരോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോന്യനായി ഇത്രായി ഷിത്രായിയും താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ഷാഫാത്തും മേൽവിചാരകർ. ഒട്ടകങ്ങൾക്ക് ഇഷ്മാലിനായ ഓബീലും കഴുതകൾക്ക് മെരോനോത്യനായ യഹ്ദയാവും മേൽവിചാരകർ. ആടുകൾക്ക് ഹഗ്രിയനായ യായീസ് മേൽവിചാരകൻ. ഇവർ എല്ലാവരും ദാവീദ് രാജാവിൻ്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു. ദാവീദിൻ്റെ ചിറ്റപ്പനായ യോനാഥാൻ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു. അക്മോനിയുടെ മകനായ യഹിയേൽ രാജകുമാരന്മാരുടെ സഹവാസിയായിരുന്നു. അഹീതോഫെൽ രാജമന്ത്രി. അർഗ്യനായ ഹൂഷായി രാജമിത്രം. അഹിതോഫേലിൻ്റെ ശേഷം ബെനയാവിൻ്റെ മകനായ യഹോയാദയും അബ്യാഥാരും മന്ത്രികൾ. രാജാവിൻ്റെ സേനാധിപതി യോബാബ്.